ഗുഡ് മോദിക്ക് മോർണിംഗ്. മോദിക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്ത മൺസൂൺ ബൊണാൻസയിലെ രണ്ടാമത്തെ പ്രോഗ്രാമാണ് ബിൽഡിംഗ് LPB ലക്സ് പ്രൊമോഷൻ. ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസ് എന്നുള്ളതാണ് LPBയുടെ ഫുൾ ഫോം. 10 തരം വരുമാനമുള്ള സമീർ മോദി ആസാദി പ്ലാൻ അൺലിമിറ്റഡിലെ 6ാമത്തെ വരുമാനമാണ് ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസ്. മോദിക്കറിൽ ജോയിൻ ചെയ്ത എല്ലാ വ്യക്തികളും ഈ ഒരു ബോണസ് ലഭിക്കുന്നതിനാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പേ ഔട്ട് തരുന്ന ഇൻകമാണ് ഈ LPB ബോണസ്. ആ LPB ബോണസ് നേടുമ്പോൾ നിങ്ങൾക്ക് കമ്പനി ഒരു അഡീഷണൽ ബോണസ് തരുന്നതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. ഇതിൻ്റെ എലിജിബിലിറ്റി ആർക്കൊക്കെ പങ്കെടുക്കാം? 2021 ഏപ്രിൽ മാസത്തെ 7% തൊട്ട് 15% വ്യക്തികളും നോൺ ക്വാളിഫൈഡ് ഡയറക്ടേഴ്സിനും ക്വാളിഫൈഡ് ഡയറക്ടേഴ്സിനും ആ മാസത്തെ പ്ലാറ്റിനം വരെയുള്ള വ്യക്തികൾക്കും 2021 മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്താണ്? 2021 ഏപ്രിൽ മാസത്തെ ടൈറ്റിൽ നിലനിർത്തുകയോ അതിന് മുകളിലോട്ടുള്ള ടൈറ്റിലോ പോകാം. പക്ഷേ മിനിമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ എങ്കിലും ഈ ജൂലൈ മാസം മെയിൻറ്റെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഹയർ ടൈറ്റിലായിട്ടോ നേടണം. അതിനോടൊപ്പം ഏപ്രിൽ മാസത്തെ എത്ര LPB ലെഗ് ഉണ്ടോ ആ ലെഗിൽ നിന്നും മിനിമം ഒരു ലെഗെങ്കിലും LPBയിൽ ക്വാളിഫൈഡ് ആകുമ്പോഴാണ് ബെനിഫിറ്റ് ലഭിക്കുന്നത്. ഇനി നമുക്കിവിടെ ചാർട്ടിൽ നോക്കാം. ആദ്യത്തെ കോളം ബേസ് ടൈറ്റിലാണ്, രണ്ടാമത്തെ കോളം ജൂലൈ മാസത്തെ പേഡേഴ്സ് ടൈറ്റിൽ, മൂന്നാമത്തത് LPB ലെഗ്സിൻ്റെ കാര്യം. ആദ്യം പറയുന്നത് മിനിമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടെങ്കിലും ടൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുകയോ ജമ്പ് ചെയ്യുകയോ ഈ മാസം വേണം. അങ്ങനെ ജൂലൈ മാസം എക്സിക്യൂട്ടീവ് ഡയറക്ടറോ അതിന് മുകളിലോട്ടോ ക്വാളിഫൈഡ് ആകുകയും ബേസ് മാസമായ ഏപ്രിൽ മാസത്തെ LPB ലെഗിൻ്റെ കൂടെ ഒരു ലെഗെങ്കിലും അഡീഷണൽ വരണം. ബേസ് ടൈറ്റിൽ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിൽ ജൂലൈ മാസം സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറോ അതിന് മുകളിലുള്ള ടൈറ്റിലോ ക്വാളിഫൈഡ് ആകുകയും വേണം. ബേസ് മന്തിൻ്റെ ഒപ്പം ഒരു LPB ലെഗെങ്കിലും മിനിമം അഡീഷണൽ വേണം. ബേസ് ടൈറ്റിലിൽ പ്ലാറ്റിനം ഡയറക്ടർ ആണെങ്കിൽ ജൂലൈ മാസം പ്ലാറ്റിനം ഡയറക്ടറോ അതിന് മുകളിലോട്ടുള്ള ടൈറ്റിലോ ക്വാളിഫൈഡ് ആകുകയും വേണം. ബേസ് മന്തായിരിക്കുന്ന ഏപ്രിൽ മാസത്തെ LPB ലെഗിനോടൊപ്പം മിനിമം ഒരു ലെഗെങ്കിലും ക്വാളിഫൈഡ് ആകുകയും വേണം. അങ്ങനെയാണെങ്കിൽ ലഭിക്കുന്ന റിവാർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര ലെഗ് ബേസ് മന്തിനേക്കാളും പുതിയതായിട്ട് ആഡ് ചെയ്യുന്നോ ഓരോ LPB ലെഗിൽ നിന്നും 6000 രൂപ വെച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ കോളം ഏപ്രിൽ മാസത്തെ പേഡേഴ്സ് ടൈറ്റിൽ, രണ്ടാമത്തെ കോളം LPB ലെഗ്സ്, മൂന്നാമത്തെ കോളം പേഡേഴ്സ് ടൈറ്റിൽ ജൂലൈ മാസത്തെ LPB ലെഗ്, നാലാമത്തെ കോളം, അഞ്ചാമത്തെ കോളം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ആദ്യം പറയുന്നത് ഏപ്രിൽ മാസം ഒരു വ്യക്തി നോൺ ക്വാളിഫൈഡ് ഡയറക്ടർ ആയിരുന്നു, LPB ലെഗ് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ജൂലൈ മാസം സീനിയർ ഡയറക്ടർ ക്വാളിഫൈഡായി ഒരു LPB ലെഗ് മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷേ ഈ വ്യക്തിക്ക് ക്വാളിഫൈഡ് ആവാൻ വേണ്ടി സാധിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജൂലൈ മാസം മിനിമം എക്സിക്യൂട്ടീവ് ഡയറക്ടറെങ്കിലും ക്വാളിഫൈഡ് ആകണം. രണ്ടാമത്തെ ഉദാഹരണം, ഏപ്രിൽ മാസം 10%, ആ മാസം LPB ലെഗ് ഉണ്ടായില്ല. ഈ ജൂലൈ മാസം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്വാളിഫൈഡായി ഒരു LPB ലെഗ് വന്നപ്പോൾ ആ വ്യക്തിക്ക് 6000 രൂപ ലഭിക്കും. മൂന്നാമത്തെ ഉദാഹരണം, ഏപ്രിൽ മാസം ഈ വ്യക്തി ഡയറക്ടറായിരുന്നു, LPB ലെഗ് ഉണ്ടായിട്ടില്ല. ജൂലൈ മാസം സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്വാളിഫൈഡായി ഒരു LPB ലെഗ് ഉണ്ടായപ്പോൾ 6000 രൂപ അഡീഷണൽ ലഭിക്കും. മറ്റൊരു ഉദാഹരണം, ഏപ്രിൽ മാസം എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു, ഒരു LPB ലെഗ് ഉണ്ടായി. ഈ ജൂലൈ മാസം എക്സിക്യൂട്ടീവ് ഡയറക്ടർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു, 2 LPB ലെഗ് ഉണ്ടായപ്പോൾ 6000 രൂപ ഒരു അഡീഷണൽ വന്ന LPB ലെഗിൽ നിന്ന് ലഭിക്കും. ഏപ്രിൽ മാസം ഒരു വ്യക്തി പ്ലാറ്റിനം ഡയറക്ടർ ആയിരുന്നു, 3 LPB ലെഗ് ഉണ്ടായി.
ജൂലൈ മാസം അതേ പ്ലാറ്റിനം ഡയറക്ടർ മെയിൻറ്റെയിൻ ചെയ്തു. 5 LPB ലെഗ് ഉണ്ടായപ്പോൾ ഏപ്രിൽ മാസത്തെ 3 LPB ലെഗിൽ നിന്ന് ജൂലൈ മാസം 5 LPB ലെഗിലേക്ക് വളർന്നപ്പോൾ 2 അഡീഷണൽ LPB ലെഗിൽ നിന്നും 12,000 രൂപ ലഭിക്കും. ഓരോ ലെഗിൽ നിന്നും 6,000 രൂപ വെച്ചിട്ടാണ് ഈ 12,000 രൂപ ലഭിക്കുന്നത്. ഏപ്രിൽ മാസം ഒരു വ്യക്തി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു. 2 LPB ലെഗ് ആ മാസം ഉണ്ടായി. ജൂലൈ മാസവും എക്സിക്യൂട്ടീവ് ഡയറക്ടർ മെയിൻറ്റെയിൻ ചെയ്തു. 2 LPB ലെഗ് തന്നെ ഉണ്ടായപ്പോൾ, അപ്പോൾ ബേസ് മന്തിൽ നിന്ന് ഈ ജൂലൈ മന്ത് LPB ലെഗ് കൂടാത്തത് കൊണ്ട് ഈ വ്യക്തിക്ക് റിവാർഡൊന്നും ലഭിക്കില്ല. മറ്റൊരു എക്സാമ്പിൾ, ഏപ്രിൽ മാസം ഈ വ്യക്തി സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിത്ത് 3 LPB ലെഗ് ആയിരുന്നു. ജൂലൈ മാസം പ്ലാറ്റിനം ഡയറക്ടർ വിത്ത് 4 LPB ലെഗ് ആയപ്പോൾ ആ അഡീഷണൽ വന്ന ഒരു LPB ലെഗിൽ നിന്ന് 6,000 രൂപ ഈ വ്യക്തിക്ക് ലഭിച്ചു. മറ്റൊരു എക്സാമ്പിൾ, ഏപ്രിൽ മാസം പ്ലാറ്റിനം ഡയറക്ടർ 5 LPB ലെഗ് ഉണ്ടായിരുന്നു. ജൂലൈ മാസം പ്രസിഡൻഷ്യൽ ഡയറക്ടറായി 6 LPB ലെഗ് വന്നപ്പോൾ അഡീഷണൽ വന്ന ഒരു LPB ലെഗിൽ നിന്ന് 6,000 രൂപ ലഭിച്ചു. ഇനി അവസാനത്തെ എക്സാമ്പിൾ, ഏപ്രിൽ മാസം ഈ വ്യക്തി പ്രസിഡൻഷ്യൽ ഡയറക്ടറായിരുന്നു, 2 LPB ലെഗ്. ജൂലൈ മാസം ഡീഗ്രോത്ത് സംഭവിച്ചു പ്ലാറ്റിനം ഡയറക്ടർ, പക്ഷേ 3 LPB ലെഗ് ഉണ്ടായി. ഈ വ്യക്തിക്ക് റിവാർഡൊന്നും ലഭിക്കില്ല. കാരണം എന്താണ്? ഏപ്രിൽ മാസത്തെ പ്ലാറ്റിനം ടൈറ്റിൽ വരെ ഉള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ ഓഫറിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ വരുമാനം എങ്ങനെയാണ് തരുന്നതെന്ന് നോക്കാം. ഇവിടെ നിങ്ങളായിട്ട് സങ്കല്പിക്കുക, നിങ്ങൾക്ക് ഒരു LPB ലെഗാണ് ഉള്ളത്. രണ്ടാമത്തെ LPB ലെഗ് ക്വാളിഫൈഡ് ആയിട്ടില്ല. ഇനി ഈ കേസിൽ നിങ്ങൾക്ക് LPB വരുമാനമായിട്ട് അതിൻ്റെ പോയിൻറ്റ്സ് 3,690ഉം 2 രൂപ 40 പൈസ ഇൻഡെക്സിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8,856 രൂപയാണ് നിങ്ങൾക്ക് ഇപ്രകാരമുള്ള ഒരു സ്ട്രക്ചറിൽ നിന്ന് നിങ്ങൾക്ക് LPB ബോണസായിട്ട് ലഭിക്കുക. ഇത് ഏപ്രിൽ മാസമോ കഴിഞ്ഞ മാസമോ ഒരു വ്യക്തിയുടെ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഈ ഒരു ജൂലൈ മാസം ഈ വ്യക്തി ഇപ്രകാരം ക്വാളിഫൈഡ് ആയി. ഓൾറെഡി ഉള്ള ഒരു LPB ലെഗിൻ്റെ കൂടെ രണ്ടാമത് ഒരു LPB ലെഗ് ക്വാളിഫൈഡ് ആക്കി. അപ്പോൾ എങ്ങനെയാണ് വരുമാനം ലഭിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു കേസിൽ 10,990 പോയിൻ്റാണ് LPB ആയിട്ട് ആ വ്യക്തിക്ക് ലഭിച്ചത്. അത് 2 രൂപ 40 പൈസ വെച്ച് ഗുണിച്ചപ്പോൾ 26,376 രൂപയാണ് ഈ വ്യക്തിക്ക് ശരിക്കും സമീർ മോദി ആസാദി പ്ലാൻ അൺലിമിറ്റഡ് പ്രകാരം ഇപ്രകാരം ഒരു ടീം ഫോം ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുക. അപ്പോൾ ബേസ് ടൈറ്റിലിനേക്കാളും ഒരു LPB ലെഗ് അഡീഷണൽ വന്നതുകൊണ്ട് ആ വ്യക്തിക്ക് 6,000 രൂപ കൂടെ അധികം ലഭിക്കും. അപ്പോൾ 26,376 6,000 കൂടെ ലഭിക്കുമ്പോൾ 32,376 രൂപ ഈ വ്യക്തിക്ക് ഈ ഒരു പ്രൊമോഷൻ പ്രോഗ്രാം കൂടെ ലഭിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 269% ഗ്രോത്ത് ലഭിക്കുകയാണ്. ബേസ് ടൈറ്റിലുള്ള ആ ഒരു വരുമാനത്തിനേക്കാളും 4 ഇരട്ടി വരുമാനം ഈ വ്യക്തിക്ക് അധികം ലഭിച്ചു. അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഈ ഒരു വ്യക്തിക്ക് ബേസ് മാസം 2 LPB ലെഗാണ് ഉണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മെയിൻറ്റെയിൻ ചെയ്തു. കാരണം 3 ലെഗ് ക്വാളിഫൈഡ് ആണ്, 2 ലെഗിൽ നിന്നാണ് LPB ലഭിച്ചത്. ഇപ്രകാരമുള്ള സ്ട്രക്ചറിൽ നിന്ന് 15,460 LPB പോയിൻറ്റ്സ് 2 രൂപ 40 പൈസയായിട്ട് ഗുണിച്ചപ്പോൾ 37,104 രൂപയാണ്. ഇങ്ങനെ ഒരു ടീം ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് LPB ബോണസായിട്ട് സമീർ മോദി ആസാദി പ്ലാൻ അൺലിമിറ്റഡ് കൂടെ ലഭിക്കും. ഇനി ഈ വ്യക്തി എന്ത് ചെയ്തു? 2 LPB ലെഗിനോടൊപ്പം മൂന്നാമതൊരു LPB ലെഗ് കൂടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് ബെനിഫിറ്റ് നോക്കാം. ഇപ്രകാരം ടീം ഫോം ചെയ്ത് കഴിഞ്ഞാൽ 22,760 പോയിൻ്റ് ലഭിക്കുന്നു. അത് 2 രൂപ 40 പൈസയായിട്ട് ഇൻഡെക്സിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 54,624 രൂപയാണ് ഈ വ്യക്തിക്ക് ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസ് ലഭിക്കുക. അതോടൊപ്പം മൂന്നാമതൊരു LPB ലെഗ് ക്വാളിഫൈഡ് ആയതുകൊണ്ട് 6,000 രൂപയുടെ അഡീഷൻ ലഭിക്കും. 60,624 രൂപയാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഓർത്താൽ മതി,
2 LPB ലെഗ് ഉള്ളപ്പോൾ 37,104 രൂപയിൽ നിന്നും 63% ഗ്രോത്ത് വന്നു. മൂന്നാമതൊരു LPB ലെഗ് ക്വാളിഫൈഡ് ആക്കിയപ്പോൾ ഒരു അഡീഷണൽ 6,000 കൂടെ ലഭിച്ചപ്പോൾ. അത്രയ്ക്കും പൊട്ടൻഷ്യലുണ്ട് LPB ബോണസിനും ഇപ്പം കമ്പനി തന്നേക്കുന്നൊരു പ്രൊമോഷനും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? മാക്സിമം LPB ലെഗ്സ് ക്വാളിഫൈഡ് ആക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ കിട്ടുന്ന ബോണസ് ഓഗസ്റ്റ് മാസത്തെ ബിസിനസ്സോടൊപ്പമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഓഫർ ശരിക്കും മനസ്സിലാക്കുക. മാക്സിമം നിങ്ങളുടെ ടീമിലെ എല്ലാ വ്യക്തികളെയും LPBയിൽ ക്വാളിഫൈഡ് ആക്കുക. ഇത്ര മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. താങ്ക് യു.